യൂണിറ്റ് 6 ലേണിംഗ്. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ലേണിംഗ് തിയറി. അതുമായി ബന്ധപ്പെട്ട അടുത്തൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരുപാട് ലേണിംഗ് തിയറികൾ നമ്മൾ പഠിച്ചു. വളരെ പ്രധാനമായും നമുക്ക് അടുത്തതായി പഠിക്കാനുള്ള ഒരു തിയറി ഹ്യൂമനിസ്റ്റിക് വ്യൂ ഓഫ് ലേണിംഗ്. ഹ്യൂമനിസം എന്ന ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ഉണ്ട്. ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, മനുഷ്യർ. ഹ്യൂമനിസം എന്ന് പറയുന്നത് മനുഷ്യർക്ക്, ഹ്യൂമൻ ബീയിങ്സിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. ഈ ഒരു ഹ്യൂമനിസ്റ്റിക് വ്യൂ എന്ന് പറയുന്ന ഒരു തിയറമിൽ നമുക്ക് പഠിക്കാനുള്ളത്, ഇറ്റ് ഫോക്കസസ് ഓൺ ദ ഹ്യൂമൻ ഫ്രീഡം, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം, ഡിഗ്നിറ്റി, അയാളുടെ അന്തസ്സ് ആൻഡ് പൊട്ടൻഷ്യൽ. അയാൾക്ക് എത്രമാത്രം വളരാനുണ്ട്, അല്ലെങ്കിൽ അത്രമാത്രം പൊട്ടൻഷ്യൽ അദ്ദേഹത്തിനുണ്ട്, വളരാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, എന്തൊക്കെ കഴിവുകളാണ് അദ്ദേഹത്തിനുള്ളത്. ഇതാണ് ഹ്യൂമനിസം എന്ന ഒരു അപ്രോച്ചിൽ പ്രതിപാദിക്കുന്നത്. ഹ്യൂമനിസ്റ്റ് ബിലീവ് ദാറ്റ് പീപ്പിൾ ആർ ഇൻഹെറൻ്റ്ലി ഗുഡ്. ഹ്യൂമനിസം പ്രോത്സാഹിപ്പിക്കുന്ന സൈക്കോളജിസ്റ്റ്, ഹ്യൂമനിസം വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന, ഹ്യൂമനിസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ജനങ്ങൾ വളരെയധികം നല്ലവരാണ്, ആരും മോശക്കാരല്ല. അവർക്ക് വളരാനും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാനുമുള്ള അനന്തമായ സാധ്യതകൾ ഈ ലോകത്തുണ്ടെന്നാണ്. ദേ ഹാവ് ദ ഫ്രീഡം ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു ബിക്കം വാട്ട് ഷീ ഈസ് കേപ്പബിൾ ഓഫ് ബിക്കമിങ്. എന്താവണം, അവർക്ക് എന്തായി തീരാനാണ് ആഗ്രഹം, ആ ആഗ്രഹിച്ച രീതിയിലേക്ക് എത്താനുള്ള പരിപൂർണ സ്വാതന്ത്ര്യം അവർക്കുണ്ടെന്നാണ്. എ സെൻട്രൽ അസംഷൻ ഓഫ് ഹ്യൂമനിസം ഈസ് ദാറ്റ് പീപ്പിൾ ആക്ട് വിത്ത് ഇൻറ്റൻഷനലി ആൻഡ് വാല്യൂസ്. ഏറ്റവും പ്രധാനമായും ഹ്യൂമനിസം എന്ന അപ്രോച്ചിൽ പ്രധാനമായും അതിൽ പറയപ്പെടുന്നത് എല്ലാ ജനങ്ങളും, എല്ലാ മനുഷ്യരും പ്രവർത്തിക്കുന്നത് അറിഞ്ഞുകൊണ്ടാണ്, പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടിയും അവർ നൽകപ്പെടുന്ന വാല്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത് എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വ്യൂ ആണ് ഇതിലുള്ളത്. അപ്പോൾ ഹ്യൂമനിസ്റ്റിക് വ്യൂ ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ, ഹ്യൂമനിസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊക്കെ ഓർമ്മ വരണം, ഇതിൽ പ്രാധാന്യം കൊടുക്കുന്നത് മനുഷ്യനും മനുഷ്യൻ്റെ വാല്യൂസിനും അയാളുടെ സ്വാതന്ത്ര്യത്തിനും ഡിഗ്നിറ്റിക്കും പൊട്ടൻഷ്യലിനും അയാൾക്ക് ഒരുപാട് വളരാനും വികസിക്കാനുമുള്ള കഴിവുണ്ട് എന്ന ഒരു അടിസ്ഥാന തത്വത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഹ്യൂമനിസ്റ്റിക് വ്യൂ ഓഫ് ലേണിംഗ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു പെഡഗോജിക്കൽ അപ്രോച്ച് ബിലീവ് ചെയ്യപ്പെടുന്നത്, വിശ്വസിക്കപ്പെടുന്നത് എന്താണെന്നറിയോ? ലേണിംഗ് ഈസ് എ പേഴ്സണൽ ആക്ട് ടു ഫുൾഫിൽ വൺസ് പൊട്ടൻഷ്യൽ. അതൊരു പേഴ്സണൽ ആക്റ്റാണ്, വ്യക്തിപരമായ ഒരു പ്രവർത്തനമാണ്. ഒരാളുടെ പൊട്ടൻഷ്യൽ, ഒരാളുടെ കഴിവുകൾ, ഒരാളുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ അയാൾ ചെയ്യുന്ന വ്യക്തിപരമായ ഒരു പ്രോസസ്സാണ് ലേണിംഗ് എന്നാണ്. ശരിക്കും ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പ്രകാരം എഡ്യൂക്കേഷൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഫൗണ്ടേഷൻ ഫോർ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതായത് വ്യക്തിപരമായ വികസനവും വികാസവും ഉണ്ടാക്കുക. സോ ദാറ്റ് ലേണിംഗ് വിൽ കണ്ടിന്യൂ ത്രൂ ഔട്ട് ലൈഫ് ഇൻ എ സെൽഫ് ഡയറക്റ്റഡ് മാനർ. അതല്ലാതെ സ്കൂളിൽ പോയിട്ട് ജോലി കിട്ടാൻ വേണ്ടിയിട്ടോ, അതല്ലെങ്കിൽ സ്കൂളിൽ പോയി വലിയ ഉദ്യോഗങ്ങൾ ലഭിക്കാനോ വേണ്ടിയിട്ടല്ല പഠിക്കുന്നത്. ഹ്യൂമനിസ്റ്റ് അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ പറയപ്പെടുന്നത്, ഒരാൾ പഠിക്കുന്നത് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് അയാളുടെ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതുമാത്രമല്ല, അയാളുടെ ജീവിതകാലം മുഴുവനും ഒരു സെൽഫ് ഡയറക്റ്റഡ് മാനറിൽ അയാൾക്ക് തന്നെ അയാളെ സ്വന്തം ഡയറക്റ്റ് ചെയ്ത് നിർദ്ദേശങ്ങൾ കൊടുത്ത് ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകാൻ തക്ക രീതിയിലുള്ള ഒരു അടിത്തറ, ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്ന ഒരു വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. അപ്പോൾ കാൾ റോജർ, അതേപോലെ തന്നെ എബ്രഹാം മാസ്ലോ എന്ന രണ്ട് പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞരാണ് ഈ ഒരു തിയറം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമനിസ്റ്റിക് ലേണിംഗ്? ഹ്യൂമനിസ്റ്റിക് ലേണിംഗ് എന്ന ഒരു കോൺസെപ്റ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, ഫസ്റ്റ് വൺ, ദിസ് അപ്രോച്ച് കൺസിഡേഴ്സ് ഹ്യൂമൻ ബീയിങ് ആസ് ദ സെൻട്രൽ പാർട്ട് ഓഫ് ലേണിംഗ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ
ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റിൽ അപ്രോച്ചിൽ പറയപ്പെടുന്നത് മനുഷ്യരാണ് പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ടീച്ചറല്ല, സ്കൂളല്ല, സ്കൂളിലെ സാഹചര്യങ്ങളല്ല, അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളല്ല, ഹ്യൂമൻ ബീങ്സ് ആണ് പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നതാണ് ഒന്നാമത്തെ ഒരു പ്രത്യേകത. രണ്ടാമത്തത്, in this approach the teaching learning activities are organized as per the needs, interests, abilities, age levels, attitudes, aptitudes etc. of students. ഈ ഒരു അപ്രോച്ചിൽ പറയപ്പെടുന്നത് പഠിക്കാനും അറിയാനും ആവശ്യമായ ആക്ടിവിറ്റികൾ ഓർഗനൈസ് ചെയ്യപ്പെടേണ്ടത്, ലഭ്യമാക്കപ്പെടേണ്ടത്, ആവശ്യമായ ടീച്ചിങ് ഉപകരണങ്ങൾ റെഡിയാക്കി വെക്കേണ്ടത് അത് സ്ഥാപനത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചോ മാനേജ്മെൻറ്റിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചോ ടീച്ചേഴ്സിൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ചോ അല്ല, മറിച്ച് കുട്ടികളുടെ താല്പര്യം, അവരുടെ കഴിവുകൾ, അവരുടെ ഏജ് ലെവൽ, അവരുടെ താല്പര്യങ്ങൾ, അവരുടെ അഭിരുചികൾ ഇതെല്ലാം അനുസരിച്ച് കൊണ്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. ബിക്കോസ് ഹിയർ ദ സെൻട്രൽ പോയിന്റ് ഓർ സെൻട്രൽ പാർട്ട് ഈസ് ഹ്യൂമൻ ബീങ്സ്. രണ്ട് പ്രത്യേകതകൾ പഠിച്ചു. മൂന്നാമത്തെ പ്രത്യേകത, ഇറ്റ് കൺസിഡേഴ്സ് ലേണിംഗ് ആസ് എ പേഴ്സണൽ ആക്ട് ടു ഫുൾഫിൽ വൺസ് പൊട്ടൻഷ്യൽ. ഇതാണ് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ലേണിംഗ് എന്ന് പറയുന്നത് ഒരു വ്യക്തിപരമായ പ്രവർത്തനമാണ്, പേഴ്സണൽ ആക്റ്റാണ്. ഒരാളുടെ പൊട്ടൻഷ്യൽ, ഒരാളുടെ കഴിവ്, ഒരാളുടെ പൊട്ടൻഷ്യലെ കഴിവുകളെ അല്ലെങ്കിൽ അയാൾക്കുണ്ടായ പരമാവധി ഉദ്ദേശ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കാനുള്ള വ്യക്തിപരമായ ഒരു ആക്റ്റാണ് ലേണിംഗ് എന്ന് പറയുന്നത്. 3 പ്രത്യേകതകൾ. നാലാമത്തത്, ഇറ്റ് ഫോക്കസസ് ഓൺ ഡെവലപ്പിംഗ് എ ചൈൽഡ് സെൽഫ് കോൺസെപ്റ്റ്. അതാണ് സെൽഫ് കോൺസെപ്റ്റ് ആൻഡ് സെൽഫ് അവെയർനെസ്. പഠനം എന്ന് പറയുന്നത് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ പറയപ്പെടുന്നത് പഠനം എന്ന് പറയുന്നത് മറ്റൊന്നിനുമല്ല, സെൽഫ് അവെയർനെസ്, അതേപോലെ തന്നെ സെൽഫ് കോൺസെപ്റ്റ്, സ്വന്തത്തെക്കുറിച്ച് മനസ്സിലാക്കാനും സ്വന്തം ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് എന്നാണ് ഈ ഒരു തിയറമിൽ പറയപ്പെടുന്നത്. അടുത്തൊരു പ്രത്യേകത, ഇറ്റ് ബിലീവ്സ് ദാറ്റ് ലേണിംഗ് ഷുഡ് ബി നീഡ് ബേസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ബേസ്ഡ്. പഠനം എന്ന് പറയുന്നത് നീഡ് ബേസ്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളവരാണ് പഠിക്കുക, ആവശ്യത്തിനനുസരിച്ച് പഠിക്കുക, ആവശ്യം ഉണ്ടാകും പഠിക്കുക. ആരെങ്കിലും നിർബന്ധിപ്പിച്ച് അല്ലെ ഇൻഡക്റ്റ് ചെയ്തിട്ട് പഠിപ്പിക്കാൻ പറ്റില്ല. അത് നീഡ് ബേസ്ഡ് ആണ്. അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ബേസ്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസുകളിലൂടെ, നിരവധി അനുഭവങ്ങളിലൂടെയാണ് പഠിക്കേണ്ടത് എന്നും ഈ ഒരു തിയറം നമ്മെ പഠിപ്പിക്കുന്നു. മറ്റൊന്ന്, അക്കോർഡിംഗ് ടു ഹ്യൂമനിസം എക്സ്പീരിയൻസ് ഈസ് ദ പ്രൈമറി ഫിനോമിനൻ ഫോർ ലേണിംഗ്. എക്സ്പീരിയൻസ് ആണ് ഏറ്റവും വലിയ പ്രതിഭാസം. അനുഭവങ്ങളിലൂടെ പഠിക്കുക. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു സ്ഥലത്ത് തീ ഉണ്ട് അല്ലേ, അപ്പോൾ ആ കുട്ടിയെ ആ തീയുടെ അടുത്തേക്ക് പോയി അതിങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ കൈ ഒന്ന് പൊള്ളുന്നു. അപ്പോൾ കുട്ടി മനസ്സിലാക്കുന്നു ഇത് പൊള്ളുന്ന ഒരു വസ്തുവാണ് എന്ന് വെച്ചിട്ട് കുട്ടികളെല്ലാം തന്നെ തീയുടെ നടുവിലേക്ക് തള്ളി വിടണം എന്നല്ല പറയുന്നത്. പക്ഷേ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഈ എക്സ്പീരിയൻസിലൂടെയാണ് കുട്ടി പഠിക്കുന്നത്. ഇത് തൊട്ടാൽ പൊള്ളും, അതുകൊണ്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. ദെൻ മറ്റൊരു പ്രത്യേകത, ഈ ഒരു കോൺസെപ്റ്റിൻ്റെ പ്രത്യേകത, ദ റോൾ ഓഫ് ടീച്ചർ ഈസ് ദാറ്റ് ഓഫ് എ ഫെസിലിറ്റേറ്റർ. ടീച്ചറിൻ്റെ റോള് വളരെ ചെറുതാണ്. ഫെസിലിറ്റേറ്റർ, ടീച്ചറല്ല, ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ ഒരു ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ മാത്രം. ബാക്കിയൊക്കെ കുട്ടി സ്വന്തം എക്സ്പീരിയൻസിലൂടെ പഠിക്കാം. ദിസ് ഈസ് അപ്രോച്ച് എംഫസൈസസ് ഓൺ ലേണിംഗ് ഇൻ നാച്ചുറൽ എൻവയോൺമെൻറ്റ്, ഹ്യൂമൻ ലവ്, പീസ്, കോപ്പറേഷൻ, ഫ്രീഡം ആൻഡ് ഈക്വാലിറ്റി. ഈ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ, ഹ്യൂമനിസം എന്ന ഈ ഒരു കോൺസെപ്റ്റിൽ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു നാച്ചുറലായി ഉണ്ടാവേണ്ട കാര്യമാണ്. അവർ സ്വന്തമായി എന്ത് ചെയ്യണം, മനുഷ്യനെ സ്നേഹിച്ചും സമാധാനത്തോടെയും കോപ്പറേഷനിലൂടെയും സഹകരണത്തിലൂടെയും സ്വാതന്ത്ര്യത്തിലൂടെയും സമത്വത്തിലൂടെയും ഒക്കെ അവരങ്ങനെ പഠിച്ച് നാച്ചുറലായി പഠിക്കണമെന്ന്. നാച്ചുറലായി എന്ന് പറഞ്ഞാൽ പ്രകൃതിപരമായി സ്വന്തമായി സഹകരിച്ചും സ്നേഹിച്ചും സമാധാനത്തോടെയും ശാന്തിയോടെയും ഒക്കെ പഠിക്കണമെന്നതാണ് ഇതിൽ പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റുഡൻസ് ഷുഡ് ബി ടോട്ട് ഇൻ ഡെമോക്രാറ്റിക് എൻവയോൺമെൻറ്റ്. ഒരു ഡെമോക്രാറ്റിക് സംവിധാനം വേണം. അതായത് ഏകാധിപതി പോലെ ടീച്ചർ പറയുന്നത് കുട്ടി കേൾക്കുക, അച്ഛൻ പറയുന്നത് അതുപോലെ കേൾക്കുക, ഇങ്ങോട്ടൊന്നും പറയാൻ പാടില്ല. ഡെമോക്രാറ്റിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ജനാധിപത്യ രീതി, അവിടെ കുട്ടിക്ക് തിരിച്ചങ്ങോട്ട് അഭിപ്രായങ്ങൾ പറയാം, താല്പര്യങ്ങൾ പ്രകടിപ്പിക്കാം, എല്ലാത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ ഒരു ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനമാണ് ഈ ഒരു അപ്രോച്ചിൽ പ്രധാനമായും ഫോക്കസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്
ഈ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്ന ഈ ഒരു അപ്രോച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മറ്റൊരു ലേണിംഗ് തിയറിയാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഓഫ് കോൾബ്. കോൾബ് എന്ന മറ്റൊരു ശാസ്ത്രജ്ഞൻ്റെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഉണ്ട്. ഇത് പേരിൽ തന്നെ ഉണ്ട്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരണം, വാട്ട് ഈസ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്? ഇറ്റ് ഈസ് ലേണിംഗ് ഫ്രം എക്സ്പീരിയൻസ്. സിമ്പിൾ. എക്സ്പീരിയൻസിലൂടെ പഠിക്കുക, അനുഭവത്തിലൂടെ ചെയ്തും കണ്ടും അനുഭവിച്ചും പഠിക്കുക. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് മീനിങ് ഫ്രം ഡയറക്റ്റ് എക്സ്പീരിയൻസ്. ഡയറക്റ്റ് എക്സ്പീരിയൻസിലൂടെ നമ്മൾ അർത്ഥങ്ങൾ ഉണ്ടാക്കുക. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഇൻഡിവിജ്വൽസ് ലേണിംഗ് ത്രൂ എക്സ്പ്ലോറിംഗ്, എക്സ്പീരിയൻസിങ്, ക്രിയേറ്റിംഗ്, ഡിസ്കവറിംഗ്. എക്സ്പ്ലോർ ചെയ്ത് അനുഭവിച്ച് ഉണ്ടാക്കി കണ്ടുപിടിച്ച് റിലേറ്റിംഗ് ടു ആൻഡ് ഇൻട്രാക്ടിങ് വിത്ത് ദ വേൾഡ് അറൗണ്ട് ദം. അവരുടെ ചുറ്റുപാടുമുള്ള ലോകത്തോട് അവരെ ഇൻട്രാക്ട് ചെയ്ത് ഇടപെട്ട് അങ്ങനെ കണ്ടെത്തണം. അതാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. അക്കോർഡിംഗ് ടു കോൾബിൻ്റെ എന്ന ശാസ്ത്രജ്ഞൻ്റെ അഭിപ്രായത്തിൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ലേണർ ഡെവലപ്സ് മീനിങ് ആൻഡ് ഇൻസൈറ്റ് ഫ്രം എൻഗേജ്മെൻറ്റ് ഇൻ ഡയറക്റ്റ് എക്സ്പീരിയൻസ്. ഡയറക്റ്റ് എക്സ്പീരിയൻസിലൂടെ എന്ത് ചെയ്യുക? അങ്ങ് പഠിക്കുക. എന്താണ് ഈ ഒരു ലേണിംഗ് തിയറിയുടെ പ്രത്യേകതകൾ എന്ന് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇത് മറ്റൊരു തിയറമാണ്. നമുക്കറിയാം, ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആർക്കും പറയാതെ തന്നെ അറിയാം. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദി ലേണർ. ലേണറുടെ ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ വേണം. ആരും പറഞ്ഞ് പഠിപ്പിച്ച് പഠിക്കുന്നതല്ല, അവർ തന്നെ സ്വന്തം എക്സ്പീരിയൻസിലൂടെ പഠിക്കുക. രണ്ടാമത്തിൽ ഇറ്റ് ഈസ് സെൽഫ് ഇനീഷ്യേറ്റഡ്. സ്വന്തം ഇനീഷ്യേഷനാണ്, ആരും നിർബന്ധിക്കൂല. കുട്ടി തന്നെ സ്വന്തമായി ഇനീഷ്യേഷൻ എടുത്ത് എക്സ്പീരിയൻസിലൂടെ പഠിക്കുന്നു. മൂന്നാമത്തത് എക്സ്പീരിയൻഷ്യൽ എഡ്യൂക്കേഷൻ ഈസ് ആക്റ്റീവ് ആൻഡ് ഡൈനാമിക്. അത് ആക്റ്റീവായിരിക്കും, ഡൈനാമിക് ആയിരിക്കും. അതിന് ആവശ്യമായ മാറ്റങ്ങളൊക്കെ വരുത്താം. അതൊരു റിജിഡ് സംവിധാനമല്ല. മറ്റൊന്ന് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഈസ് സ്റ്റുഡൻറ് സെൻറ്റേഡ്. ഇത് സ്റ്റുഡൻറ് സെൻറ്റേഡ് ആണ്. കാരണം സ്റ്റുഡൻസിൻ്റെ ആവശ്യത്തിനനുസരിച്ച്, സ്റ്റുഡൻറ്റിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നോട്ട് ആസ് പെർ ദ നീഡ് ഓഫ് എ ചൈൽഡ് ഓർ ടീച്ചർ. മീൻസ് ഇറ്റ് ഈസ് നോട്ട് ടീച്ചർ സെൻറ്റേഡ്. ഒരു ടീച്ചർ സെൻറ്റേഡ് അല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. മറ്റൊന്ന് ഇറ്റ് എൻകറേജസ് സ്റ്റുഡൻസ് ടു ക്രിയേറ്റ് നോളജ് റാദർ ദാൻ അക്വയർ നോളജ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇറ്റ് എൻകറേജസ് സ്റ്റുഡൻസിനെ എൻകറേജ് ചെയ്യുന്നു ടു ക്രിയേറ്റ് നോളജ്. നോളജ് ഉണ്ടാക്കുക. റാദർ ദാൻ അക്വയർ നോളജ് അക്വയർ ചെയ്തെടുക്കുക. അതായത് ഒരാൾ പഠിപ്പിക്കുന്നത് അതുപോലെ കേട്ട് പഠിച്ച് അതങ്ങനെ മൈൻഡിലേക്ക് കയറ്റുന്നതിനാണ് അക്വയറിങ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ക്രിയേറ്റ് നോളജ് എന്ന് പറഞ്ഞാൽ സ്വന്തമായി എക്സ്പീരിയൻസിലൂടെ അവർ ഉണ്ടാക്കുകയാണ്. അതാണ് ഈ ഒരു മെത്തേഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. മറ്റൊന്ന് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഓഫൺ ഇൻവോൾവ്സ് സ്റ്റുഡൻറ് ചോയ്സ് ആൻഡ് അലോസ് ദ സ്റ്റുഡൻസ് ടു പ്ലേ ലാർജർ റോൾ ഇൻ ക്ലാസ് ആക്ടിവിറ്റീസ്. ഈ സമയത്ത് നമുക്കറിയാം, എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്കാണ് ചോയ്സുകൾ കൊടുക്കുന്നത്. ഇഷ്ടമുള്ള മെറ്റീരിയൽ തിരഞ്ഞെടുക്കാനും, ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുക്കാനും, സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാനും, ആക്ടിവിറ്റി തിരഞ്ഞെടുക്കാനും. അതേപോലെ ക്ലാസ് റൂം ആക്ടിവിറ്റികളിലൊക്കെ ഒരുപാട് നല്ല ഒരു ലാർജർ റോള് വഹിക്കുന്നതും ആര് തന്നെയാണ്? സ്റ്റുഡൻറ്റ് തന്നെയാണ്. ഇറ്റ്സ് ക്യാരക്ടറൈസ്ഡ് ബൈ സെൽഫ് ഇവാലുവേഷൻ. ഇവിടെ എല്ലാം സെൽഫാണ്. ഇവിടെ സെൽഫ് ഇവാലുവേഷൻ. ആരും തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ വേറെ ആരും ഉണ്ടാവില്ല. സെൽഫ് ഇവാലുവേഷനാണ്. അവർ തന്നെ ഇവാലുവേറ്റ് ചെയ്ത് അവർ തന്നെ കാര്യം മനസ്സിലാക്കി എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുന്നു. മറ്റൊരു പ്രത്യേകത, ഇറ്റ് ഈസ് ഓഫൺ ഹൈ കോണ്ടാക്ട്സ്, മീനിങ് ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു ബി ആസ് റെലവൻറ്റ് ആസ് പോസിബിൾ ടു ദ റിയൽ വേൾഡ് ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം. യഥാർത്ഥത്തിൽ ഒരു ക്ലാസ് റൂമിന് പുറത്തേക്ക്, ദ റിയൽ വേൾഡ്, അവരുടെ ചുറ്റുപാടുമുള്ള പ്രകൃതിയിൽ നിന്നുള്ള കാര്യങ്ങളിലേക്ക് ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്തും ഇടപെട്ടും, അങ്ങനെ റിയൽ വേൾഡിലേക്ക് ഇടപെട്ടും കാര്യങ്ങളൊക്കെയാണ് ഇവർ കൂടുതൽ പഠിക്കുന്നത്. അതേപോലെ തന്നെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പ്രസൻസ് പ്രോബ്ലംസ് ഫോർ സ്റ്റുഡൻസ് ടു സോൾവ് റാദർ ദാൻ പ്രസൻറ്റിംഗ് ലിസ്റ്റ് ഓഫ് ഫാക്ട്സ് ആൻഡ് കോൺസെപ്റ്റ്സ് ഫോർ സ്റ്റുഡൻസ് ടു മെമ്മറൈസ്. ശരിക്കും ഈ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത് കുട്ടികളെ മുമ്പിൽ കുറേ പ്രോബ്ലംസ് തന്നെ എന്ത് ചെയ്യാണ്, അവിടെ മുമ്പോയി കൊണ്ടുകൊടുക്കുകയാണ്. പ്രോബ്ലംസ് തന്നെ ഡയറക്റ്റ് കൊണ്ടുപോയി അവർക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. എന്നിട്ട് അവരോട് അത് സോൾവ് ചെയ്യാൻ വേണ്ടി പറയാണ്. അതല്ലാതെ ഒരുപാട് ലിസ്റ്റുകളും ഫാക്റ്റുകളും ഒക്കെ കുട്ടികളെ കയ്യിൽ കൊടുത്തിട്ട് ഇതെല്ലാം മെമ്മറൈസ് ചെയ്യണം, ഇതെല്ലാം നീ ഓർത്തെടുക്കണം,
എന്നിട്ട് ഈ ഓർത്തെടുത്തിട്ട് ഇതിനെ നീ ഇത് കൊണ്ടുപോയി സോൾവ് ചെയ്യണം എന്ന് പറയുന്നതിന് പകരം കുട്ടികൾക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നു, അവർക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു, പ്രോബ്ലംസ് കൊണ്ടുപോയി കൊടുത്ത് അത് സോൾവ് ചെയ്യാൻ വേണ്ടി അവർ പ്രചോദനം നടക്കുന്നു. അതുപോലെ തന്നെ എക്സ്പീരിയൻഷ്യൽ എഡ്യൂക്കേഷൻ എംപവേഴ്സ് സ്റ്റുഡൻസ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദെയർ ഓൺ ലേണിംഗ്. അത് മാത്രമല്ല, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, എക്സ്പീരിയൻഷ്യൽ എഡ്യൂക്കേഷന് പ്രധാനമായും പ്രോത്സാഹിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? കുട്ടികളോട് തന്നെ അവരുടെ സ്വന്തമായ പഠനത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അവരോട് തന്നെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രചോദനം നൽകുന്നത്. ഇനി അടുത്ത ഒരു തിയറി നമുക്ക് പഠിക്കാനുള്ളത് കാൾ റോജർ തിയറി ഓഫ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. കാൾ റോജർ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത്, ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് ഈസ് ഈക്വലൻ്റ് ടു പേഴ്സണൽ ചേഞ്ച് ആൻഡ് ഗ്രോത്ത്. പേഴ്സണൽ ചേഞ്ച് ആൻഡ് ഗ്രോത്ത്, നമ്മുടെ വ്യക്തിപരമായ ചേഞ്ചും ഗ്രോത്തും അത് ഉണ്ടാക്കുക, അതാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത് ഈക്വലൻ്റ് ടു പേഴ്സണൽ ചേഞ്ച് ആൻഡ് ഗ്രോത്ത്. ഇറ്റ് ഈസ് നോൺ ആസ് തിയറി ഓഫ് എ ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ. He maintained that all human beings have a natural desire to learn. എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൽ കാൾ റോജർ പറയുന്നത് എല്ലാ മനുഷ്യർക്കും പ്രകൃതിപരമായിട്ട് തന്നെ പഠിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ ഫെയിലിയർ ടു ലേൺ, പഠിക്കാൻ പരാജയപ്പെടുന്നത് അത് ആ വ്യക്തിയുടെ ഇന്നബിലിറ്റി കൊണ്ടല്ല, കഴിവില്ലായ്മ കൊണ്ടല്ല. അത് ചില സമയത്ത് ആ ലേണിംഗ് സിറ്റുവേഷൻ സമയത്തുണ്ടാകുന്ന ചില പ്രയാസങ്ങൾ കൊണ്ടാണ്. അതല്ലാതെ എല്ലാ മനുഷ്യർക്കും ജന്മനാ തന്നെ പഠിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നാണ് കാൾ റോജർ പറയുന്നത്. രണ്ട് രീതിയിലുള്ള ലേണിങ്ങുകൾ കാൾ റോജർ പരിചയപ്പെടുത്തുകയാണ്. അക്കോർഡിംഗ് ടു കാൾ റോജർ ദർ ആർ 2 കാറ്റഗറീസ് ഓഫ് ലേണിംഗ്. രണ്ട് രീതിയിലുള്ള പഠനങ്ങളുണ്ട് എന്ന് കാൾ റോജർ എന്ന ശാസ്ത്രജ്ഞൻ പഠിപ്പിക്കുന്നു. ഒന്നാമത്തത് കോഗ്നിറ്റീവ് ഓർ മീനിങ്ലെസ് ലേണിംഗ്. കോഗ്നിറ്റീവ് ലേണിംഗ് എന്നാണ് അതിനെ അയാൾ വിളിച്ചത് അർത്ഥമില്ലാത്ത ലേണിംഗ്, അർത്ഥമില്ലാത്ത പഠനം എന്നാണ് പറയുന്നത്. വിച്ച് ഇൻവോൾവ്സ്